ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പലതരം ലഡു തയ്യാറാക്കിയെടുത്താലോ. കടകളിൽ കിട്ടുന്ന പോലെ തന്നെ വളരെ സോഫ്റ്റ് ആയതും ടേസ്റ്റ് ഉള്ളതുമായ ലഡു നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇന്ന് ഞാൻ 3 തരത്തിലുള്ള ലഡുവാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഗ്രീൻ കളറിൽ കിട്ടുന്ന ലഡു, പിന്നെ റെഡ് കളറിലെ മോച്ചറൽ ലഡു, തേർഡ് വൺ എല്ലാ കടകളിലും കോമൺ ആയിട്ട് കിട്ടുന്ന യെല്ലോ ഷെയ്ഡ് വരുന്ന ലഡു. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ലഡു ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കടലമാവ്, പഞ്ചസാര, ഏലക്ക പൊടിച്ചത്, കാഷ്നട്ട്, ഉണക്കമുന്തിരി, എണ്ണ, ഉപ്പ് പാകത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമേ നമുക്ക് ലഡു ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 2 പാത്രത്തിലായിട്ട് അര കപ്പ് വീതം കടലമാവ് എടുത്തിട്ടുണ്ട്. അങ്ങനെ 1 കപ്പ് കടലമാവ് അരിച്ചാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കടലമാവ് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ അരിച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അങ്ങനെ അരിച്ചെടുത്ത കടലമാവിലേക്ക് ഉപ്പും ചേർത്ത് വെള്ളവും ഒഴിച്ച് സ്പൂൺ വെച്ച് നമുക്ക് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ സ്പൂണിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്നതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പം നമുക്ക് ഇങ്ങനെ ബാറ്റർ തയ്യാറാക്കിയ ശേഷം ഇനി നമുക്ക് ബൂന്തിയാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അതിന് വേണ്ടി പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഇതുപോലെ ഹോൾസ് ഉള്ള തവി നമ്മുടെ വീടുകളിലെല്ലാം കാണും. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് നേരെ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. നമ്മുടെ ബാറ്റർ ഇതുപോലെ തവിയിൽ നിന്ന് തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഒഴിച്ച് വറുത്തെടുത്ത് മിക്സിയിലെടുത്ത് അടിച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഇങ്ങനത്തെ തവി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ആക്കി കിട്ടും. ചിലപ്പോൾ നമുക്ക് മിക്സി ഇല്ലാത്തവരാണെങ്കിൽ മിക്സിയിൽ അടിക്കേണ്ടി പോലും ആവശ്യം വരത്തില്ല. അപ്പം നമുക്ക് 2 രീതിയിൽ തന്നെ ബൂന്തി തയ്യാറാക്കിയെടുക്കാം. ഒന്ന് തവി വെച്ച്, അല്ലാതെ എണ്ണയിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്ത്. അപ്പം നമുക്ക് ബൂന്തി ഇതുപോലെ തയ്യാറാക്കുമ്പോഴത്തേനും പെട്ടെന്ന് നമ്മൾ ഇളക്കി കൊടുത്ത് പെട്ടെന്ന് നമ്മൾ എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ കരിഞ്ഞു പോകാനോ നന്നായിട്ട് മുരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 3-4 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ബൂന്തി തയ്യാറാക്കി കിട്ടുന്നതാണ്. അങ്ങനെ ഞാനിപ്പം 2 പാത്രത്തിലായിട്ട് ബൂന്തി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത്യാവശ്യം മുരിഞ്ഞ രീതിയിൽ 2 പാത്രം നിറയെ ബൂന്തി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കണം. നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പൊടിച്ചെടുത്താൽ മതിയാകും. പിന്നെ ഞാനിപ്പം കുറച്ച് മാത്രമാണ് ഇതിൽ നിന്നെടുത്ത് പൊടിച്ചെടുക്കുന്നത്. പിന്നെ ഇനി വേണ്ടത് കാഷ്നട്ടും ഉണക്കമുന്തിരിയും നമുക്ക് നെയ്യിലിട്ട് വറുത്തെടുക്കാം. ഇതുവരെ നമ്മൾ ഒരേ മെത്തേഡിലാണ് ചെയ്തു വന്നത്. ഇപ്പം നമ്മൾ 3 ലഡുവാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 സ്റ്റെപ്പിലാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആദ്യത്തെ ലഡുവാണ്. ആദ്യത്തെ ലഡുവിന് വേണ്ടി നമ്മൾ പാൻ ചൂടാക്കി പഞ്ചസാര ഇട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് ലയിപ്പിക്കണം. പഞ്ചസാര ഞാനിപ്പോൾ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് ലയിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ നന്നായിട്ട് തിള വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ബൂന്തി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ബൂന്തി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് അടുത്തതിൽ നിന്ന് മാറുകയൊന്നും ചെയ്യരുത്, കരിഞ്ഞു പോകും. അപ്പം നമുക്ക് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് നമ്മൾ ആദ്യമേ ബാറ്റർ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ കളറിലെ ലഡു ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് കളർ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കളർ ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ ഒരു പേരിന് വേണ്ടി മാത്രം കുറച്ച് കളർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് സെറ്റായി വരുമ്പോഴത്തേനും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് കാഷ്നട്ടും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് സെറ്റാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ നന്നായിട്ട് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് ഒരു 20 മിനിറ്റ് ചൂടാറാൻ വേണ്ടി വെക്കാം. നന്നായിട്ട് ചൂടാറില്ല, എന്നാൽ ചെറിയ ചൂടോടുകൂടി നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് ഗ്രീൻ ലഡുവിൽ ചെയ്യേണ്ടത്. ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് റെഡ് കളറിലെ ലഡുവിൻ്റെയാണ് റെസിപ്പിയാണ്. അതിനു വേണ്ടി പഞ്ചസാര നമ്മൾ ഇതുപോലെ സെയിം മെത്തേഡിൽ പാനിൽ വെച്ച് വെള്ളം ഒഴിച്ച് ലയിപ്പിച്ച് എടുക്കാം. അതിന് ഞാൻ 1/4 കപ്പ് പഞ്ചസാര തന്നെയാണ് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം, റെഡ് കളറ്. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നതാണ്. നന്നായിട്ട് തിള വരുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് നമ്മുടെ ബൂന്തി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് സെറ്റായി വരുമ്പോഴത്തേനും നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കാഷ്നട്ട് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് ഇതുപോലെ
പറ്റിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ആദ്യത്തെ ലഡുവിന് ചെയ്ത പോലെ തന്നെ ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ് ഇതും. എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ചത് കൊണ്ട് തന്നെ ചെറു ചൂടോടെ ഈ ലഡു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ബോൾസ് പോലെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ റെഡ് കളറിലെ മോച്ചർ ലഡുവിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നമ്മുടെ ദീപാവലിക്കൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഷെയ്ഡിലെ മോച്ചർ ലഡുവാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ കൂടുതൽ കളറിൽ ആകർഷിക്കാൻ പറ്റിയ ലഡു ഈ റെഡ് കളറിലെ ലഡു തന്നെ ആയിരിക്കും. ഇപ്പം എല്ലാം ചെറു ചൂടോടെ നമുക്ക് ഇങ്ങനെ ബോൾസാക്കി മാറ്റി വെക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് നോക്കാൻ പോകുന്ന യെല്ലോ ഷെയ്ഡിലെ ലഡുവാണ്. അതിന് വേണ്ടി നമുക്ക് ഇതുപോലെ പഞ്ചസാര, അതും 1/4 കപ്പ് പഞ്ചസാരയാണ്, നമുക്ക് വെള്ളത്തിൽ ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് കളറിന് വേണ്ടി ഞാൻ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കടകളിൽ നിന്ന് യെല്ലോ ഷെയ്ഡുള്ള ഫുഡ് കളർ കിട്ടും, അത് ആഡ് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിന് ശേഷം ഏലക്കാപ്പൊടിയും ചേർത്ത് നമുക്ക് ബൂന്തി ഇട്ട് കൊടുത്ത് നന്നായിട്ട് സെറ്റാക്കി എടുക്കണം. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് സെറ്റായി വരുമ്പോഴത്തേനും നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം അതിൻ്റെ കൂടെ തന്നെ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആയി വരുമ്പോഴത്തേനും ഒരു 20 മിനിറ്റ് ഇതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് ചെറു ചൂടോടെ കയ്യിൽ വെച്ച് ഇതുപോലെ ബോളുകളാക്കി എടുക്കാവുന്നതാണ്. അപ്പം 3ൻ്റെയും റെസിപ്പി ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീടുകളിൽ ഫങ്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയ പരിപാടിക്ക് തന്നെ നമുക്ക് പല കളറിലെ ഷെയ്ഡിലുള്ള ലഡു ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറച്ച് സമയതാമസം മാത്രമേ ഉള്ളൂ. ഇതുണ്ടാക്കിയ ശേഷം നമുക്കൊരു ചിലപ്പോൾ രാത്രി ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലാതെ നമ്മൾ പകലുണ്ടാക്കുന്നതെങ്കിൽ ഒരു 4-5 മണിക്കൂറിന് കഴിഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയത്. എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം.